നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഏതെങ്കിലും അദൃശ്യ ശക്തികളുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അവരുടെ ആർക്കിടൈപ്പ് എന്താണ്, അവരുടെ എനർജി എന്താണ്, അവർ നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ കൂടി നമുക്ക് നോക്കാം. 6 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതോ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന. അവരുടെ ആർക്കിടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് വൈൽഡ് അൺനോൺ ആർക്കിടൈപ്പ് കാർഡ്സ് ഉപയോഗിച്ചിട്ട് നോക്കാം. നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് സൂചന നൽകിയ ആ അദൃശ്യ ശക്തി ഏത് ആർക്കിടൈപ്പാണ്? നെക്ടാർ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ടാരോ കാർഡിലെ 6 ഓഫ് പെന്റക്കിൾസ് അങ്ങനെ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതുപോലെ തന്നെ ആ സാന്നിധ്യം നമുക്ക് ഏത് ആർക്കിടൈപ്പാണ്, എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും നമുക്കറിയണം. അതിനുശേഷം നമുക്ക് ഈ ശക്തി ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയം അല്ലെങ്കിൽ അടയാളം എന്താണെന്നും എന്തിനാണ് ഈ ശക്തി നിങ്ങളോടൊപ്പം നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയും നമുക്ക് അതിനുശേഷം മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് ഇൻവിസിബിൾ എനർജീസിന്റെ സാന്നിധ്യത്തെ കുറിച്ച് വളരെ ശക്തമായ പോസിറ്റീവായിട്ടുള്ള സൂചനകളാണ് നമുക്ക് നൽകുന്നത്. ഒരു സംരക്ഷകനായ, ഒരു പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു എനർജിയാണ്. 6 ഓഫ് പെന്റക്കിൾസ് തുല്യതയെയും സന്തുലിതാവസ്ഥയും സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളെ സഹായിക്കാൻ സദാ സന്നദ്ധതയുള്ള ഒരു ശക്തി കൂടെ ഉണ്ടെന്നത് ഇത് വ്യക്തമാക്കുന്നു. സഹായിക്കുന്നതാണ് കാണുന്നത്, അല്ലെ? സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും, അത് ഏത് തരത്തിലൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാലും ഈ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായ സഹായം, അത് പണമായിട്ടായിരിക്കാം, സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗൈഡൻസ് ആയിട്ടായിരിക്കാം, എത്തിക്കാൻ ഈ അദൃശ്യ ശക്തിക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. അല്ലെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ശക്തിയാണ് നിങ്ങളോടൊപ്പം അദൃശ്യമായിട്ട് എപ്പോഴും ഉള്ളത്. നിങ്ങൾ മുൻപ് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലമായിട്ടാകാം ഈ സംരക്ഷണം നിങ്ങൾക്ക് മിക്കവാറും ലഭിക്കുന്നത്. നിങ്ങൾ തളർന്നു പോകുന്ന ഘട്ടങ്ങളിൽ ആരെങ്കിലും വഴിയോ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ വഴിയോ നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഈ അദൃശ്യ ശക്തിയുടെ ഇടപെടലായിട്ട് കാണും. നിങ്ങളുടെ മുന്നിൽ വരുന്ന സഹായം വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികൾ ഈ ശക്തിയുടെ ഒരു പ്രേരണയാലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതാത് സമയത്ത് നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായമാണോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്, ആ രീതിയിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു അദൃശ്യ ശക്തിയാണ്. ഈ അദൃശ്യ ശക്തിയുടെ ഇടപെടൽ മൂലമാണെന്നുള്ളതാണ് ഈ കാർഡ് നൽകുന്ന ഉറപ്പ്. ഈ കാർഡ് മിക്കവാറും പാരമ്പര്യത്തെയും കുടുംബപരമായ കരുതലിനെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ നിങ്ങളെ സ്നേഹിച്ചിരുന്ന പൂർവികരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുലദൈവങ്ങളോ ഒരു അദൃശ്യ കവചമായി നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വെറുമൊരു സംരക്ഷണമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും നിങ്ങളെ നയിക്കുന്ന ഒരു മെന്റർ ആയിട്ടുള്ള, ഒരു മെന്ററെ പോലെ, ഒരു ഉപദേശിയെ പോലെ, ഒരു ഗുരുവിനെ പോലെയുള്ള ഒരു ശക്തിയാണ്. ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഉൾവിളിയായിട്ട്, അതായത് ഒരു ഇൻറ്റ്യൂഷനായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് ഈ ശക്തിയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടാവും. നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉൾപ്രേരണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സ് നിങ്ങളോട് പറയും, ഹൃദയം പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, അത് യാഥാർത്ഥ്യമാകുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ആ എനർജി, നിങ്ങളോടൊപ്പമുള്ള അദൃശ്യമായ ആ എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നിങ്ങൾക്ക് ഭാഗ്യവും അവസരങ്ങളും എത്തിച്ചു തരുന്ന ഒന്നാണ് എന്നുള്ളത് ഈ 6 ഓഫ് പെന്റക്കിൾസ് കാർഡ് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം നെക്ടാർ എന്ന് പറയുന്ന ആർക്കിടൈപ്പും കൂടി ചേരുമ്പോൾ ഇവിടെയും ഒരു ഹാൻഡ് ഉണ്ടോ, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട്. ഇത് കൂടി ചേരുമ്പോൾ നിങ്ങളെ പിന്തുടരുന്ന ആ അദൃശ്യ ശക്തിയുടെ സ്വഭാവം വളരെ മനോഹരവും സാന്ത്വനമേകുന്നതുമാണെന്നാണ്. അമൃതാണിത്. നെക്ടർ എന്ന് പറഞ്ഞാൽ അമൃതാണ്, മധുരമേകുന്ന ഒരു സാന്നിധ്യമാണത്. ദ എസൻസ് ഓഫ് സ്വീറ്റ്നെസ് എന്ന് പറയാം. ഈ അദൃശ്യ ശക്തി നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് ജീവിതത്തിലെ കൈപ്പേറിയ നിമിഷങ്ങളിൽ മധുരം നിറയ്ക്കുന്ന, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഊർജ്ജമാണ്. 6 ഓഫ് പെന്റക്കിൾസ് കാർഡിലെ സഹായം എന്ന ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന ആശയത്തെ ഇത് കൂടുതൽ ആഴത്തിലുള്ളതൊക്കെയാണ്. നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സന്തോഷ വാർത്തകളോ മനസ്സിന് കുളിർമ നൽകുന്ന ചിന്തകളോ ഈ നെക്ടർ ആർക്കിടൈപ്പിന്റെ സാന്നിധ്യമാണ്.
സിക്സ് ഓഫ് പെന്റക്കിൾസ് ഒരു ഇക്വാലിറ്റിയെ പറഞ്ഞു, ബാലൻസിനെ പറഞ്ഞു, തുല്യമായ വിഭജനത്തെ കാണിക്കുമ്പോൾ നെക്ടർ സമൃദ്ധിയെ കാണിക്കുന്നു. ഈ ശക്തി കൂടെയുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായ വിഭവങ്ങളും, അത് സാമ്പത്തികമായി സമ്പത്തോ പണമോ അറിവോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല മനസ്സ് നിറഞ്ഞ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടത്, അത് ഈ ശക്തി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട് എന്നുള്ളതിന് ഉറപ്പാണ്. ഈ അദൃശ്യ ശക്തി വളരെ ഉയർന്ന തലത്തിലുള്ള ഒന്നാണ്. ഇത് നിങ്ങളെ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി ആത്മീയമായ സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കുന്നുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ഒരു പൂർവികനാകാം, ആ പൂർവികന്റെ ആത്മാവാകാം. അത്രയും ശാന്തമായിട്ടുള്ള, കരുതലുള്ള, സ്നേഹമുള്ള ഒരു എനർജിയാണത്. കഠിനമായ സാഹചര്യങ്ങളെയൊക്കെ ലഘൂകരിച്ചുകൊണ്ട് അത് മധുരതരമാക്കുക, സ്വീറ്റനിങ് ദ സിറ്റുവേഷൻ, അതാണ് ഈ എനർജി ചെയ്യുന്നത്. ഈ കാർഡുകൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഈ ആർക്കിടൈപ്പും നമുക്ക് യെസ് പറഞ്ഞ നമ്മുടെ സിക്സ് ഓഫ് പെന്റക്കിൾസ് കാർഡും കൂടി നൽകുന്നത്. ഈ വ്യക്തി ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ എന്ത് പേഴ്സണാലിറ്റി ടൈപ്പാണ് എന്നുള്ളത് നോക്കാം. അത് ഈ കാർഡുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് കരുതലാണ്. നിങ്ങളുടെ വളർച്ചയിൽ അതീവ താല്പര്യമുള്ള ഒരാളാണിത്. സ്വഭാവം പറഞ്ഞാൽ അങ്ങേറ്റം ദയാലുവും ക്ഷമയുള്ളവനുമായിട്ടുള്ള ഒരു എനർജി, ഒരു ജീവകാരുണ്യശീലമുള്ള ആളുകൾ. അതായത് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഒരു യജമാനനെ പോലെ, ഒരു മാസ്റ്ററെ പോലെ, കണ്ടോ ഇവിടെ ഒരു അതോറിറ്റി ഫിഗറാണ്. തനിക്കുള്ളത് ചുറ്റുമുള്ള ആളുകൾക്ക് പകുത്തു നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വം. അതായത് എന്താണ് ഉള്ളതെങ്കിലും ആര് മുന്നിൽ വന്ന് കൈനീട്ടിയാലും അവരോടൊരു മുഖം മാറി, ഒരു മുഖഭാവത്തിൽ ഒരു വ്യത്യാസവും വരുത്താതെ ആളുകൾക്ക് കൈയഴിഞ്ഞ് കൊടുക്കുന്ന, സഹായിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി. ഇതിന്റെ സ്വാധീനം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നോക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സഹായങ്ങൾക്കോ പിന്നിൽ ഉദാരമായ ഒരു എനർജി ഉണ്ടാവാം. ശാന്തതയും പോസിറ്റിവിറ്റിയും ഒക്കെ പ്രസരിപ്പിക്കുന്ന ഒരു ഊർജം. നെഗറ്റീവ് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പഴയ സങ്കടങ്ങളിൽ നിന്നോ വേദനകളിൽ നിന്നോ പുറത്തു കടക്കാൻ ഈ ശക്തി നിങ്ങളെ അദൃശ്യമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു എംപാത്ത് ആയിട്ടുള്ള ഒരു എനർജി ആവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കാണുന്ന ടൈപ്പ് പേഴ്സണാലിറ്റി. വാക്കുകൾ കൊണ്ടല്ലാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ കുലദൈവങ്ങളോ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മ ദൈവസ്ഥാനത്ത് നിൽക്കുന്ന ശക്തികൾ എന്തെങ്കിലും ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു എനർജി ഏതാണ്. പൂർവികരാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ, നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടല്ലാതെ, ചോദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് സാധ്യമാകുന്ന സഹായങ്ങൾ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് അല്ലെങ്കിൽ അത്രയും മാത്രം കഴിവുള്ള എനർജിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അവർ അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടും പുറത്തു പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉള്ളപ്പോൾ ഒരു ആശ്വാസം പോലെ തോന്നിപ്പിക്കുന്ന ആ അദൃശ്യ സാന്നിധ്യം ഈ പറയുന്ന ആ എനർജിയാണ്, ഈ പറയുന്ന ഊർജമാണ്, ആ വ്യക്തിയുടേതാണ്, അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടേതാണ്. നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തണം എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ ശക്തി എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് അതിനായിട്ട് ടാരോ കാർഡ്സ് എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ശക്തി നിങ്ങളുടെ അടുത്ത് ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യമായിട്ട് നിൽക്കുന്ന ഈ ശക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതായത് ഒരു വ്യക്തിയായിട്ടാണോ, ചിന്തയായിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളായിട്ടാണോ എന്നുള്ളത്. 9 of Wands. നമുക്ക് ലഭിച്ചിരിക്കുന്ന 9 of Wands എന്ന കാർഡ് ഈ അദൃശ്യ ശക്തിയുടെ സാന്നിധ്യത്തെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള, ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ 6 of Pentacles കണ്ടതുപോലെ അത്ര ശാന്തമായിട്ടുള്ള ഒരു രൂപമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾ കാവല് നിൽക്കുന്നത് പോലെയാണ്, എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു വിജിലന്റ് ആയിട്ടുള്ള ഒരു എനർജി. അതായത് ഈ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, ഇതിന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് കാവൽക്കാരന്റെ രൂപത്തിലാണ്, ഒരു പ്രൊട്ടക്ടറുടെ രൂപത്തിലാണ്. ഈ കാർഡിൽ മുറിവേറ്റ് നിൽക്കുന്ന ഒരാളാണ്, മുറിവേൽക്കപ്പെട്ട ആളാണ്. മുറിവേറ്റിട്ടും തന്റെ വടികളുമായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതിനർത്ഥം നിങ്ങളെ സംരക്ഷിക്കുന്ന ഈ അദൃശ്യ ശക്തി ഒരു കാവൽ മാലാക, ഒരു ഗാർഡിയൻ, അല്ലെങ്കിൽ ഒരു വാരിയർ സ്പിരിറ്റ്,
ഒരു യോദ്ധാവായിട്ടുള്ള ഒരു ആത്മാവ് ആണ്, അങ്ങനെയുള്ള ഒരു ആത്മാവാണ്, ഒരു പോരാളിയായിട്ടുള്ള ഒരു ആത്മാവാണ്, ഒരു യോദ്ധാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മാവാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന, അപകടങ്ങളിൽ ഒന്നും പെടാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ടാണ് ഈ ശക്തി പ്രത്യക്ഷപ്പെടുന്നത്. അത് മാത്രമല്ല, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന, കണ്ടോ, ഒരു വേലി കെട്ടി ഒരു ബൗണ്ടറി തിരിച്ചിരിക്കുന്നത് പോലെ കണ്ടോ, ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന, അതിരുകൾ നിശ്ചയിക്കുന്ന ഒരു ഊർജ്ജമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളോ നെഗറ്റീവ് ഊർജ്ജങ്ങളോ കടന്നു വരാതിരിക്കാൻ ഈ ശക്തി ഒരു വേലി പോലെ പ്രവർത്തിക്കുന്നു. പലപ്പോഴും ചില അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഈ ശക്തി നിങ്ങളിൽ നിന്ന് ആ കാര്യങ്ങളെ, അതായത് നിങ്ങൾക്ക് ഗുണകരമല്ലാതിരുന്ന കാര്യങ്ങളെ ഒഴിച്ചു മാറ്റിയതായിട്ട്, അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിൽ നിന്ന് തടഞ്ഞതാകാനായിട്ട് സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു അവസരങ്ങളാവാം, നിങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലിന്റെ ഭാഗമായിട്ട് ഈ ശക്തിയുടെ ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു തടയൽ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. നെഗറ്റീവ് ഒന്നും നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ടാണ് ഈ ശക്തി നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് പിന്മാറരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുമ്പോൾ ഈ എനർജി നിങ്ങളോട് പറയുന്നത് ഒന്നുകൂടി ശ്രമിക്കൂ, നീ ഏതാണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ രൂപത്തിലാണ് ഈ ശക്തി വരുന്നത്. അതായത് ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള, വിട്ടുവീഴ്ച ചെയ്യാത്ത, അതായത് തോറ്റുകൊടുക്കാത്ത ഒരു ശക്തിയാണിത്. വലിയ വിശ്വാസത്തോടുകൂടി അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജമാണ് ഈ കാണുന്നത്. അതായത് അങ്ങനെ ഒരു തോറ്റു പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു ഊർജ്ജം, ഒരു ശക്തിയുടെ ഊർജ്ജം. നിങ്ങൾക്ക് അതൊരു ആത്മവിശ്വാസം, അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് മുന്നോട്ട് തന്നെ പോകണം, ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു ആത്മവിശ്വാസം പല ഘട്ടങ്ങളിലും ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ടാവാം. അതായത് നീ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ തോറ്റു കൊടുക്കരുതെന്ന് ഇവർ ഏതു നേരവും നിങ്ങളോടൊപ്പം നടന്ന് നിങ്ങളുടെ ചിന്തകളിലൂടെയൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ തളർന്നിരിക്കുന്ന സമയത്താണ് ഈ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. യെസ് ആണ് ഇവിടെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇക്കാര്യത്തിലും നമുക്ക് 6 ഓഫ് പെന്റക്കിൾസും ഈ അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം നിങ്ങളെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം നൽകുന്ന ഒരു സാന്നിധ്യം, നിങ്ങൾക്ക് കാവൽ നിൽക്കുന്ന സാന്നിധ്യമായിട്ട് 9 ഓഫ് വാൻഡ്സും നമ്മളോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഈ അനുഭവങ്ങൾ എന്തായാലും ഇതിനകം നിങ്ങളുടെ ജീവിതത്തിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ശാന്തനായ പ്രൊവൈഡറായിട്ട് നിൽക്കുമ്പോൾ, മധുരമായ ഒരു അനുഭവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ ഒരു പ്രസൻസ് ഉണ്ടാകുമ്പോൾ, സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കാവൽക്കാരന്റെ ജാഗ്രതയോടുകൂടി നിൽക്കുന്ന, നിങ്ങളെ ആരും ഉപദ്രവിക്കാതെ നോക്കുന്ന ഒരു പോരാളിയുടെ വീര്യം ഈ ശക്തിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് കഷ്ടപ്പെടുമ്പോൾ, അത് ഏത് കാര്യമായിക്കോട്ടെ, അവസാന നിമിഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു എക്സ്ട്രാ പുഷ് അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഈ ശക്തിയുടെ സാന്നിധ്യമാണ്. നീ സുരക്ഷിതനാണ്, നിന്റെ ചുറ്റും ഞാനൊരു കാവലായി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്വന്തമായ ആ ഒരു എനർജി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് മാർഗത്തിലൂടെയാണ്, എന്ത് അടയാളത്തിലൂടെയാണ്, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അത് ഏത് മാർഗത്തിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്? നിങ്ങൾക്കത് എങ്ങനെയാണ്, നിങ്ങളിലേക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഈ ശക്തി എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ഈ കാർഡുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ശക്തി നിങ്ങളോട് സംസാരിക്കുന്നത് വെറും തോന്നലുകളിലൂടെയോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ ഒന്നും മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ, ഫിസിക്കലായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് തടസ്സപ്പെട്ട് കിടന്ന സാമ്പത്തിക കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാവുക, പുതിയ ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുക, ഫിസിക്കലി നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് ഈ പ്രൊവൈഡർ ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് സഹായവും നൽകുന്നത് ഫിസിക്കൽ റിയാലിറ്റിയിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. അല്ലാതെ മനസ്സിലുള്ള തോന്നലോ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ അത് ശരിയാക്കാൻ നിങ്ങൾ നടക്കുന്നതൊന്നുമല്ല. ഏതെങ്കിലും വഴി നിങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിച്ചു തരും. നേരിട്ട് കൊണ്ടുവന്ന് തരാൻ കഴിയാത്തത് കൊണ്ട് വേറെ എന്തെങ്കിലും മീഡിയത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അത് ഫിസിക്കലി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഭൗതികമായ മാറ്റങ്ങൾ തന്നെയാണ് ഇവർ കൊണ്ടുവരുന്നത്. അതുപോലെ പണമിടപാടുകളിൽ പെട്ടെന്നുണ്ടാവുന്ന ലാഭം, അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പുതിയ ജോലി അവസരങ്ങൾ വരിക, അതൊക്കെ അത് നിങ്ങളിലേക്ക് കൊണ്ട് തരുന്നതാണ്. കണ്ടോ, ഇതും കൊണ്ട് വരുന്നതാണ് നിങ്ങളിലേക്ക്. അങ്ങനെ ഈ ശക്തിയുടെ സാന്നിധ്യമാണ് അത് കാണിക്കുന്നത്. പിന്നെ ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഒരു എർത്തലി സൈൻ ആയതുകൊണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കാർഡാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് പതിവായി കാണുന്ന പക്ഷികൾ അല്ലെങ്കിൽ ജീവികൾ, ഇവ വഴി കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയോ സിഗ്നൽസ്, സയൻസ് നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട് ഈ ഊർജ്ജം എന്നുള്ളതാണ്.
അതുപോലെ വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നാണയങ്ങളോ പണമോ ഒക്കെ ലഭിക്കുക, മണ്ണിന്റെയോ പൂക്കളുടെയോ ഒക്കെ മണം, അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പൂക്കളുടെ മണം അനുഭവപ്പെടുന്നതായിട്ടൊക്കെ, ഇത് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള മണം അനുഭവപ്പെടുന്നതായിട്ട്, മണ്ണിന്റെ മണമുള്ള കാറ്റ് വീശുന്നതായിട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതൊക്കെ ഈ എനർജിയുടെ പ്രസൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഒരു അടയാളങ്ങളാണ്. എന്തായാലും ഈ നൈറ്റ് കാർഡ് സാവധാനമുള്ള പുരോഗതിയാണ്, എന്നാൽ ഉറപ്പുള്ള, സ്ലോ ആണെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. കാര്യങ്ങൾ സാവധാനത്തിലാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ പണക്കാരനായി മാറുന്നൊന്നുമല്ല, നിങ്ങളുടെ ജീവിതം പടിപടിയായി മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പൊ സാവധാനം എന്നാൽ ഉറപ്പുള്ളതുമായ ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഒരു അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒന്നുമല്ല, പക്ഷെ കാര്യങ്ങൾ ശുഭകരമായിട്ട്, പോസിറ്റീവായിട്ട് വലിയ രീതിയിലൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് എന്തായാലും അനുഭവപ്പെടും. നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമങ്ങളിൽ സ്ഥിരത, അതായത് സാധാരണ നിങ്ങൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഞാനിത് വിട്ടുകളഞ്ഞില്ല, സാധാരണ ഗതിയിൽ ഇത്രയൊന്നും ഞാനിത് ചെയ്യാറില്ല, എന്തുകൊണ്ടും എനിക്കത് അങ്ങനെ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ശക്തി നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് കൊണ്ടാണ്. അതുപോലെ പ്രായോഗിക ബുദ്ധിയുള്ള, നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധതയുള്ള വ്യക്തികളുടെ രൂപത്തിൽ ഈ ശക്തി നിങ്ങളിലേക്ക് എത്തിയേക്കാം. ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരനോ കൃത്യസമയത്ത് നൽകുന്ന ഒരു ഉപദേശം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് അത്തരം ആളുകളെ നിങ്ങളിലേക്ക് ഈ എനർജി എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ, നൈറ്റിന്റെ ഇടപെടലായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ശക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തിനാണ് നിങ്ങളോടൊപ്പം ഇങ്ങനെ നടക്കുന്നത് എന്ന് നോക്കാം. ഈ ശക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണം, സെലിബ്രേഷൻ ഉണ്ടാവണം, നിങ്ങളുടെ കുടുംബം വളരെ സന്തുഷ്ടമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ഈ എനർജിയുടെ ആഗ്രഹം. ഈ ശക്തിക്ക് വേണ്ടത് നിങ്ങളുടെ കുടുംബപരവും വ്യക്തിപരമായ സന്തോഷം, സ്റ്റെബിലിറ്റി ആൻഡ് സെലിബ്രേഷൻ ആണ്. 4 of Wands പ്രധാനമായും സൂചിപ്പിക്കുന്നത് സന്തോഷം, വിജയം, അല്ലെങ്കിൽ വീട്, കുടുംബം എന്നിവയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നതാണ് ഈ ശക്തിയുടെ പ്രധാന ലക്ഷ്യം. നിങ്ങളുടെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റാൻ ഈ ശക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അടിത്തറ ശക്തമാക്കാൻ, ബിൽഡിംഗ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ, അതാണ് ഈ ശക്തിയുടെ ആഗ്രഹം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഈ ശക്തി ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ കരിയറിലായാലും കുടുംബജീവിതത്തിലായാലും പതറാത്തൊരു നിലനിൽപ്പ് നിങ്ങൾക്ക് നൽകാനാണ് ഈ അദൃശ്യ സാന്നിധ്യം ശ്രമിക്കുന്നത്. ഈ 4 of Wandsഉം പാരമ്പര്യത്തെയും വീടിനെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരോ അല്ലെങ്കിൽ മുതിർന്നവരോ, മരിച്ചുപോയതായിട്ടുള്ള, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തികൾ, അവരുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ശക്തി കൂടെ നിൽക്കുന്നതെന്ന് നമുക്ക് കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് പറയാം. അതായത് തങ്ങളുടെ വംശപരമ്പരയിലെ അംഗമായ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നും സന്തുഷ്ടനായിട്ടിരിക്കണമെന്നും നിങ്ങളുടെ പൂർവികർ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ എനർജി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുമായി ഒക്കെ നല്ല ബന്ധം പുലർത്താനും സ്നേഹമുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ചുറ്റും നിലനിർത്താനും ഈ ശക്തി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കി മനസമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു സമാധാനം കീപ്പ് ചെയ്യുന്നുണ്ട്. തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും. അത് ഈ ശക്തിയുടെ പ്രേരണ കൊണ്ടാണ്. അപ്പൊ എന്തിനാണ് ഈ ശക്തി നിങ്ങളെ ഇങ്ങനെ പിന്തുടരുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം ആഘോഷിക്കാനുള്ള സമയം അടുത്തു എന്നാണ് ഈ ശക്തി പറയുന്നത്. വെറുമൊരു സംരക്ഷണമല്ല, മറിച്ച് നിങ്ങളുടെ വീടും ജീവിതവും കുടുംബവും സന്തോഷം കൊണ്ട് നിറയ്ക്കാനാണ് ഈ അദൃശ്യ ശക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പടുത്തുയർത്തുന്ന സാമ്രാജ്യം സുരക്ഷിതമായിരിക്കാൻ ഈ ശക്തി നിങ്ങളോടൊപ്പം കാവലായിട്ടുണ്ട്. നിങ്ങളുടെ വിജയമാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. ഇതൊരു പൂർവികരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്ന എന്ത് എനർജി ആണെങ്കിലും ഈ പോസിറ്റീവ് എനർജിക്ക് നിങ്ങളോടൊപ്പം നിങ്ങളെ സംരക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്നതിന് നിങ്ങൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ ദക്ഷിണ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഉദാര മനസ്കതയോടെ മറ്റുള്ളവരെ, അവർ നിങ്ങളോട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ് ആവശ്യമുള്ള ആളുകൾക്ക് നേരെ നീട്ടുന്ന, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹബന്ധങ്ങളിൽ ഊഷ്മളതയോടുകൂടി നല്ല അമൃത് പോലെ മൃദുവായ മധുരമുള്ള സാന്നിധ്യമായിട്ട് നിങ്ങൾ എല്ലാ ബന്ധങ്ങളിലും നിൽക്കണമെന്നും, നിങ്ങളിലേക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വന്നാൽ അതിനെ ചെറുക്കാൻ അവരുണ്ട് എന്നുള്ളതുമൊക്കെയാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന സൂചന.
സൂചനയല്ല, ഉറപ്പാണ്. നിങ്ങളെ ആരും ഉപദ്രവിക്കാതെ നോക്കുന്ന ഒരു കരുത്തനായ കാവൽക്കാരനായിട്ട് നിങ്ങളുടെ ഈ പൂർവികൻ, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി, നിങ്ങളുടെ കുടുംബത്തിന്റെ ശക്തി നിങ്ങളോടൊപ്പമുണ്ട്. പ്രായോഗികമായ വിജയങ്ങളിലൂടെയും അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും സോഴ്സുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഇവരുടെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അത് നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സമാധാനത്തോടെയും സന്തുഷ്ടിയോടെയും വിജയിയായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് നൽകുന്ന, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പടിപടിയായിട്ടുള്ള ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന, ഫിസിക്കൽ തിങ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന, നിങ്ങളുടെ സെലിബ്രേഷൻ, സക്സസ്, കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്ന അമൃത് പോലെയുള്ള സ്നേഹപ്രവാഹമായിട്ടുള്ള ആ എനർജിയുടെ സാന്നിധ്യം അത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. എനിക്ക് എന്തുകൊണ്ടോ അങ്ങനെ തോന്നുന്നു. നമുക്കൊരു ഷാഡോ വർക്ക് ഒറാക്കിൾ കാർഡ് എടുക്കാം. അതായത് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൂടെ ഉണ്ടായിട്ടും എന്തോ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആ എനർജിയെ തിരിച്ചറിയുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഗൈഡൻസും സഹായവും ലഭിക്കുന്നതിൽ, സ്വീകരിക്കുന്നതിൽ നിന്ന്, മനസ്സിലാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നുണ്ട്. ആ ഷാഡോ എന്താണ്? നിങ്ങളിലുള്ള ആ ഷാഡോ ഷെയിം ആൻഡ് ഗിൽറ്റ്. എന്ത് ഷെയിമും ഗിൽറ്റുമാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്താതെ അതിനെ തിരിച്ചറിയുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് പഴയ കാലത്തെ ഒരു പ്രവൃത്തിയിലോ തീരുമാനത്തിലോ ഉള്ള ഒരു ദുഃഖം, ഒരു ഖേദം. അന്ന് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ അങ്ങനെ ആരോടോ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് ഉള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു നാണക്കേടും അതുപോലെ തന്നെ കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നത് കൊണ്ട് ഞാൻ ഇനി നല്ലതിനൊന്നും അർഹയല്ല, എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കില്ല, ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഞാൻ ആ തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് മുതലായ ചിന്താഗതികൾ നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന ഭാഗ്യങ്ങളെ തിരിച്ചറിയുന്നതിൽ നിന്ന് തടയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധമോ, നമ്മൾ ഷഫിൾ ചെയ്യുമ്പോൾ തന്നെ ജമ്പേഴ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്, അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഡബിൾ കാർഡാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത്, നമുക്ക് ജമ്പേഴ്സ് കിട്ടിയത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് പോവുകയാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഡബിൾ കാർഡിന്റെ സാന്നിധ്യമാണ്. അപ്പൊ എന്താണ് നിങ്ങളെ ഇത്തരത്തിൽ എന്തെങ്കിലും ചിന്താഗതികൾ, നാണക്കേടോ, അല്ലെങ്കിൽ നിങ്ങൾ തളച്ചിടപ്പെട്ട, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കെട്ടിടപ്പെട്ട എന്തോ ഒരു ചിന്താഗതി ഉണ്ട്, അതാണ് നിങ്ങളെ ഭാഗ്യത്തെ തടയുന്നത് എന്നുള്ളതാണ്. എന്താണതെന്നാണ് നമ്മൾ നോക്കിയത്. പക്ഷെ അത്തരത്തിൽ അത് സത്യമാകുന്ന തരത്തിലാണ് ഈ ഡബിൾ കാർഡ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് മറ്റു കാർഡുകൾ നോക്കാം. 6 ഓഫ് സോർഡ്സ്, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, ഈ കാർഡുകൾ പറയുന്നതേ, ഈ സ്പ്രെഡ് നമുക്ക് നൽകുന്ന ഒരു ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്, ഈ കുറ്റബോധം ഒരു ഡെവിളായി മാറിയിട്ട് നിങ്ങളെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു ചങ്ങലക്കിട്ട അവസ്ഥയാണ്. ഈ കുറ്റബോധം നിങ്ങളെ കുറ്റബോധവും നാണക്കേടും, എന്തോ പഴയ തെറ്റുകളിലോ അല്ലെങ്കിൽ മോശം ശീലങ്ങളിലോ നിങ്ങൾ ഇപ്പോഴും തളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു വരുന്നു. എനിക്ക് ഇതിൽ നിന്ന് മോചനമില്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് ഈ എനർജിയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ബിഹേവിയർ പാറ്റേൺ ആയിരിക്കാം. തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ. 6 ഓഫ് സോർഡ്സ് അതിൽ നിന്നൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ പഴയ സങ്കടങ്ങളിൽ നിന്ന് പുതിയൊരു തീരത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷേ കുറ്റബോധം എന്ന ഭാരം നിങ്ങളുടെ വഞ്ചിയിലുള്ളത് കൊണ്ട് തന്നെ യാത്ര സാവധാനത്തിൽ മാത്രമായിരിക്കും. അതായത് ഈ ഭാരം ഇറക്കി വെച്ചാലേ നിങ്ങൾക്ക് സമാധാനത്തോടെ തീരത്തണയാനായിട്ട് സാധിക്കൂ. അതായത് വിഷമിച്ച തല കുനിച്ചാണ് ഇവിടെയും ഇരിക്കുന്നത്, കണ്ടോ? വലിയ ആയാസപ്പെട്ടാണ് ഈ വഞ്ചി മുന്നോട്ട് പോകുന്നത്. ഇത് ആഗ്രഹ സാഫല്യത്തിന്റെ കാരണമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഷെയിം കാരണം ആ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ നിങ്ങൾ മടിക്കുന്നു. ഞാൻ ഈ സന്തോഷത്തിന് അർഹയാണോ എന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗ്യത്തെ തടയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും, ഒരു കിങ്ങിനെ പോലെ, കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്, കിങ് ഓഫ് വാൻഡ്സ് മാത്രമല്ല ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്, കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട്. അപ്പൊ കിങ് ഓഫ് വാൻഡ്സും ക്യൂൻ ഓഫ് കപ്സും നൽകുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും ഈ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഈ കുറ്റബോധം കാരണം ഈ കഴിവുകളെ പുറത്തെടുക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല.
അതിനിടയിൽ ഒരു പേജ് വന്നിരിക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യമാകാം. അതായത് ഇതൊരു യങ് എനർജിയാണ് ഈ പേജ് എപ്പോഴും. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ നിഷ്കളങ്കമായ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഈ കുറ്റബോധം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചെറിയ സന്തോഷങ്ങളെ പോലും പേടിയോടെ കാണാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്ന, ഡെബിളായിട്ട് മാറിയിരിക്കുന്ന, എന്ത് കുറ്റമാണ് ഇതിന് മാത്രം നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്ത് കാര്യമാണ്, എന്ത് തെറ്റായ തീരുമാനമാണ്? മെമ്മറീസ്, പഴയകാല മെമ്മറിയാണ്. കയ്പും മധുരവും നിറഞ്ഞ ഒരു ഓർമ്മകൾ. സീക്രട്ട് അഡ്മയറർ, ഇത് ഈ ഡെവിൾ കാർഡുമായിട്ട് വല്ലാതെ ചേർന്ന് പോകുന്ന എനർജിയാണ്. എന്തോ ഒരു കാര്യത്തെ രഹസ്യമായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വലിയ താല്പര്യം, അതായത് മറ്റാരും അറിയാതെ രഹസ്യമായി നിങ്ങൾ ഏർപ്പെട്ടിരുന്ന എന്തോ ഒരു പ്രവൃത്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ രഹസ്യമാക്കി വെച്ചിരുന്ന താല്പര്യങ്ങൾ, അത് നിങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓർമ്മകൾ, അതായത് ഒരു റിജക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. പഴയകാല ഓർമ്മകളാണ്, കയ്പ് നിറഞ്ഞ എന്തൊക്കെയോ അനുഭവങ്ങൾ രഹസ്യമാക്കി നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്നിട്ടുണ്ട്, സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, തഴയപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ഭയം, ആ റിജക്ഷൻ ഉണ്ടാക്കിയ ഭയം നിങ്ങളിലുണ്ട്. നിങ്ങൾ ഇപ്പോ ഹൃദയം അടച്ചു വെച്ച് വളരെ വൾണറബിൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. ഹൃദയം തുറക്കാനാണ് നിങ്ങളുടെ ഹൃദയത്തിനാണ് പരിക്ക് പറ്റിയത്. നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഇടപെടാൻ പറ്റുന്നില്ല. എന്ത് കാര്യമാണത് നിങ്ങൾ ഇത്രയേറെ വേദനിപ്പിക്കുന്ന ആ കാര്യം? നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ എനർജി എന്താണ്? അതായത് എന്തോ ഒരു പാസ്റ്റിലുണ്ടായ എന്തോ ഒരു അനുഭവം, എന്തോ ഒരു ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ എത്തി നിന്നിട്ട് നേരത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമായിരിക്കാം. പാസ്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു നിരാശയായിരിക്കാം. അതിങ്ങനെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൂപ്പ് പോലെ നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ പഴയ മോശം ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങൾ ഈ പ്രസന്റിൽ ജീവിക്കുന്നതിന് പകരം നിങ്ങൾ ഭൂതകാലത്തിലെ ഓർമ്മകളുടെ തടവറയിൽ, അതാണ് ഈ ഡെവിൾ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്, ആ തടവറയിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പേടി എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനത്തോട് അടുക്കുമ്പോൾ, നിങ്ങളിലേക്ക് കയ്യിലേക്ക് കിട്ടുമെന്ന് വരുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഉപേക്ഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടുമോ, നിങ്ങളെ നിരാകരിക്കുമോ, നിങ്ങളെ വേണ്ടെന്ന് വെക്കുമോ? അതുപോലെ ജോലിയുടെ കാര്യത്തിലായാലും എന്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഒഴിവാക്കപ്പെടുമോ എന്ന ഒരു പേടി, ഞാൻ അതിന് അർഹതപ്പെട്ട ഒരാളല്ല എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗ്യത്തെ നിങ്ങൾ തന്നെ റിജക്ട് ചെയ്യാണ്. അതായത് ഭാഗ്യം നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചപ്പോഴും നിങ്ങളായിട്ട് ഈ പേടി കാരണം കണ്ണുകെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ അതിന് അർഹനല്ല, എനിക്ക് അവസാനം അത് നഷ്ടപ്പെടും എന്നൊരു പേടി നിങ്ങളെ, ആ പേടിയാണ് എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് ആ ജോലി കിട്ടാൻ അർഹതയില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തോ, എനിക്ക് ആ സമ്പന്നതയിൽ ജീവിക്കാൻ അർഹതയില്ല, എനിക്ക് അവസാനം അത് നഷ്ടപ്പെടും, എനിക്കത് കിട്ടില്ല എന്നൊക്കെയുള്ളൊരു പേടി നിങ്ങളിലേക്ക് വന്നിട്ട് അതിന്റെ ഒരു വൈബ്രേഷൻ പുറത്തേക്ക് പോയി അത് യൂണിവേഴ്സൽ റെസിസ്റ്റൻസ് സൃഷ്ടിക്കുന്ന, റിജക്ഷൻ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക്, അതായത് ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നു വരുമ്പോൾ എനിക്ക് അത് വേണ്ട, എനിക്ക് ആ പഴയ സാഹചര്യങ്ങൾ തന്നെ മതിയെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വാശി പിടിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഒരു ഹോം സിക്നെസ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ സാഹചര്യം കഷ്ടപ്പാടാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇനി അതിനപ്പുറത്തേക്കൊരു കാര്യങ്ങളിലേക്ക് പുറത്തേക്ക് പോകാൻ എനിക്ക് പേടിയാണ്, ഫിയർ ഓഫ് ഹാപ്പിനെസ്. പക്ഷെ അത് അങ്ങനെയല്ല നിങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന പോലത്തെ ഒരു തോന്നലിലേക്ക് എന്താ പറയാ, ഒരു റാഷണൽ തിങ്കിങ്ങിലൂടെയല്ല, ഇറാഷണൽ ആയിട്ടുള്ള ഫിയർ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഭാഗ്യം നിങ്ങളിലേക്ക് വരാത്തത്. എന്തോ ഒരു നഷ്ടം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ, അത് നിങ്ങളെ ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഭാഗ്യം വരുന്നതിനെ സമ്മതിക്കാതെ നിങ്ങളെ തടയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്ത് എന്താണ് ആ പഴയ ഓർമ്മകളെ, അല്ലെങ്കിൽ നിങ്ങളെ മുറിവേൽപ്പിച്ചിരുന്ന ആ അനുഭവങ്ങളെ, നിങ്ങൾ ചെയ്ത കുറ്റം കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു അവസരങ്ങൾ, എന്തെങ്കിലും ഒരു ഭാഗ്യം നിങ്ങൾക്ക് പണ്ട് എപ്പോഴെങ്കിലും തടസ്സപ്പെട്ടിരുന്നെങ്കിൽ അത് മിസ്റ്റേക്സ് ഒക്കെ സ്വാഭാവികമാണ്. അതിനെയൊക്കെ വേണ്ടാന്ന് വെക്കാൻ, അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് കളയാൻ, നമ്മൾ അതിനെയൊക്കെ ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് നോക്കണം. മിസ്റ്റേക്സ് ഡു നോട്ട് ഡിഫൈൻ യുവർ വെർത്ത്. നിങ്ങളുടെ കഴിവിനെ അളക്കുന്നത് പഴയ തെറ്റുകളൊന്നുമല്ല. ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ അതിന് ഫീൽ ചെയ്യണം, എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണത്, എനിക്കത് കിട്ടാൻ അർഹതയില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ അർഹത ആ സമയത്ത് ഉണ്ടായത് കൊണ്ടാണോ, അന്നത്തെ സാഹചര്യം എന്താണ്, അങ്ങനെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. നമുക്ക് നല്ലത് തന്നെയാണ് നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ഗുണകരമാവാത്ത ഒരു സാഹചര്യത്തെ ഒരിക്കലും യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നില്ല. അതാദ്യം നമ്മൾ വിശ്വസിക്കുക. നഷ്ടമാണ്, പാസ്റ്റിലെ എന്ത് കാര്യമാണ്, എന്ത് ഓർമ്മയാണ് നിങ്ങളെ ഈ ഒരു ഷെയിം ആൻഡ് ഗിൽറ്റ് ഫീലിൽ നിർത്തുന്നത്? ഇതും കൂടി എടുക്കാം, നോക്കാട്ടോ.
വൈസ് വേഴ്സ ടാരോ കാർഡാണിത്. ഇത് ഒരു കാര്യത്തിന്റെ രണ്ട് വശങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം ബാക്ക് സൈഡിലുള്ള ഇന്നർ സൈഡിലുള്ള കാര്യങ്ങളാണ്. ഒന്നും സ്ട്രെയിറ്റ് ആയിട്ടല്ല നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ തടയപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 9 of Swords reversed, 7 of Wands reversed, 7 of Swords reverse, Fool card reverse, and Page of Wands reversed. ഈ കാർഡുകളെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഈ ഷെയിം ആൻഡ് ഗിൽറ്റ്, നിങ്ങളുടെ ഭാഗ്യത്തെ തടയുന്ന, ഇത്രയും വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, പഴയകാല ഓർമ്മകളിൽ നിങ്ങൾ തളച്ചിടപ്പെട്ട് റെസിസ്റ്റന്റ് എനർജിയും അതേപോലെ റിജക്ഷൻ എനർജിയും ഒക്കെ നിങ്ങളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്ന് നിങ്ങളുടെ ഭാഗ്യത്തെ തടയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നേരത്തെ ടാരോ കാർഡുകളിൽ നിന്നും ഹാർട്ട്സ് ആൻഡ് ഒറാക്കിൾ ഡെക്കിൽ നിന്നൊക്കെ എടുത്ത കാർഡുകൾ വഴി നോക്കി മനസ്സിലാക്കിയത്. എന്താണ് ആ പാസ്റ്റ്, അതായത് കഴിഞ്ഞകാല ഓർമ്മകൾ, നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന 9 of Swords എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത രാത്രികളുടെ കാർഡാണ്. നോർമലി അതിന്റെ അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെയാണ് 9 of Swords വരുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് റിവേഴ്സ് ആയിട്ടാണ്. അതായത് നിങ്ങൾ പുറമേക്ക് ശാന്തമായിട്ട് അല്ലെങ്കിൽ കൂളായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും രാത്രികളിൽ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ചില ആന്തരിക സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുപോലെ ഇതിനോട് ചേർത്ത് നമുക്ക് ഫൂൾ കാർഡ് റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഈ കുറ്റബോധം ഒരു കടുത്ത പേടിയിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന എന്തോ ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് എന്തോ ഒരു കുറ്റം ഉണ്ടായി, അതിന്റെ ശിക്ഷ എനിക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുള്ളൂ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു ഫീല്. അതായത് ഒരു അകാരണമായ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ട്. ഈ പേടി കാരണം നിങ്ങൾക്ക് വരുന്ന നല്ല അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഊർജ്ജസ്വലനായിട്ട് ഒരു യങ് എനർജി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അതല്ല ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതിന്റെ തിളകൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ട് നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയ കാര്യങ്ങളുണ്ട്. അതുമായിട്ട് വലിയ ബാധ്യതയോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തോടു കൂടി അല്ല, അങ്ങനെ പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു പാസ്റ്റ് ട്രോമ, ഒരു ചതിയുമായി ബന്ധപ്പെട്ട ഒരു ട്രോമ. ഈ 7 of Swords കാർഡ്, 7 of Swords എന്ന് പറഞ്ഞാൽ ചതിയാണ്, മറ്റുള്ളവരുടെ ചതിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ കാർഡ് ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും നമ്മുടെ ഈ രണ്ട് കാർഡുകളും 7 of Wands ഉം 7 of Swords ഉം. 7 of Wands അപ്രൈറ്റ് ഇതാണ്, നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് എന്താണെങ്കിലും 7 of Wands. പക്ഷെ ഇവിടെ കാണുന്നത് ഒരു തോറ്റു പിന്മാറിയ ഒരു അവസ്ഥ, ഒരു പലായനത്തെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. അതായത് ഇവിടെ കണ്ടില്ലേ, ഈ 7 of Swords ഒരു മനുഷ്യൻ തന്റെ ഇവിടെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഇയാള് ആയുധങ്ങളൊക്കെ എടുത്ത് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. കണ്ടോ? അതായത് ഇവിടെ വാളുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അതായത് ആരോ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ നിന്ന് രക്ഷ നേടുക എന്നുള്ള ഒരു പിന്മാറി ഭയന്നോടി പോകുന്ന ഒരു സാഹചര്യം. അതായത് കഴിഞ്ഞ കാലത്തിൽ എപ്പോഴോ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓടിപ്പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ ചെയ്ത ഒരു ചതിയാണ്, ഞാൻ ചെയ്യേണ്ടിയിരുന്നാണ്, എന്റെ ഉത്തരവാദിത്വമാണ്, ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യാതിരുന്നത് മൂലം ഞാൻ എന്നോടോ സമൂഹത്തോടോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തോടോ ആരോടൊക്കെയോ നിങ്ങൾ എന്തോ ഒരു ചതി ചെയ്തു എന്നാണ് നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കുറ്റബോധമാണ്. ഞാൻ അന്ന് ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രവൃത്തി ചെയ്തില്ല, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിപ്പോയി, ഞാൻ അതിനെ നേരിട്ടില്ല, ആ ഭയം. ഈ 7 of Wands കാർഡിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു കൂട്ടം ആളുകളാൽ ആക്രമിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ കൂട്ടം ചേർന്ന് വിമർശിച്ചപ്പോഴോ നിങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ഭീരുവായിട്ട് കുറെ കാലം ഞാൻ നിന്നിരുന്നല്ലോ, ഞാൻ അവരെന്നെ ആക്രമിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാതിരുന്ന് കേട്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കരുത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടിരുന്ന ആളാണ് കാര്യങ്ങളെ, പക്ഷെ അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ള എന്തൊക്കെയോ ഒരു കപ്പാസിറ്റിയിലുള്ള ഒരു കഴിവിലുള്ള ഒരു കുറവിനെ, അതായത് കുറെ വിഷമങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ ആളുകളാൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.
ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്, ചതി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ. അതുകൊണ്ട് നിങ്ങളെ ചതിച്ച ആളുകൾ നിങ്ങളെ അവിടെ നിന്ന് തോറ്റോടി പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം, നിർബന്ധിതമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കളം വിട്ട് പോകേണ്ട ഒരു സാഹചര്യം, ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരുന്ന സാഹചര്യങ്ങളിൽ അതിന് നിങ്ങളെ തടയുന്ന സാഹചര്യങ്ങൾ. ഈ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് മുന്നോട്ട് പോകേണ്ടിയിരുന്ന വ്യക്തിയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട്. പക്ഷെ അതിന് പകരം നിങ്ങളെ വല്ലാത്തൊരു മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് ആരൊക്കെയോ കാരണമായിട്ടുണ്ട്, ആരുടെയൊക്കെയോ ചതി കാരണമായിട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയതെല്ലാം വലിയ വിഷമത്തോടു കൂടിയാണ്. സന്തോഷത്തോടു കൂടി പോകാൻ ആരും നിങ്ങളെ സമ്മതിച്ചിട്ടില്ല എന്ന് പറയാം. ഈ പേജ് ഓഫ് വാൺസ് ആണിത്. പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് സാധാരണ പേജ് എനർജി യങ് എനർജിയാണ്, ഭയങ്കര ആക്റ്റീവായിട്ട് ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന എനർജിയാണ്. പക്ഷെ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആവേശം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഒരു നശിച്ച അവസ്ഥയായിട്ടാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടൊരു പരാജയം കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശം നിങ്ങൾ തന്നെ നശിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതായത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നു പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. ഇപ്പോഴും ക്ലാരിറ്റി, നമ്മൾ അത് കൂടുതൽ അറിയേണ്ട എന്നുണ്ടോ യൂണിവേഴ്സിനൊന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഒരു തലവലിച്ചിരിക്കേണ്ട ഷെയിമും ഗിൽറ്റും ഫീൽ ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വീണ്ടും ഡബിൾ എനർജി, വീണ്ടും ഡബിൾ കാർഡ് വന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണത്. അതൊരു ഡബിൾ എനർജി ആണത്. നിങ്ങളുടെ ഈ ചിന്താഗതി എന്ന് പറയുന്നത് എന്താണ് ഈ ഡബിൾ ഇങ്ങനെ വരുന്നത്? വീണ്ടും വീണ്ടും ഡബിൾ എനർജി വരുന്ന കാരണം എന്താണ്? അത് എന്ത് കാരണമാണ്? സിക്സ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്. സാധാരണഗതിയിൽ സിക്സ് ഓഫ് പെന്റക്കിൾസ് നേരെ വരുന്നത് ഭാഗ്യം അതുപോലെ സമൃദ്ധിയൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് റിവേഴ്സ്ഡ് ആയിട്ട് വരുമ്പോൾ അർഹതയില്ലായ്മ എന്നൊരു പോയിസൺ, അൺവൃത്തിയാണ് ഞാൻ, എനിക്ക് ഇത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇത്രയും വലിയ സമൃദ്ധി ലൈഫിൽ നേടാനായിട്ട് അർഹതയില്ല എന്ന് നിങ്ങളാണ് നിങ്ങളെ അങ്ങനെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഈ ഡെവിൾ എന്ന് പറയുന്ന കുറ്റബോധം നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ നന്മകളൊന്നും അനുഭവിക്കാൻ അർഹനല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു ഭാഗ്യമോ സഹായമോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധ മനസ്സ് അത് നിരസിക്കുന്നു. ഈ അർഹതയില്ലായ്മ എന്ന ചിന്തയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ തടയുന്ന ഏറ്റവും വലിയ മത്. വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ആ ഡബിൾ എനർജി ഏതോ ഒരു കുറ്റബോധം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കാതെ നിങ്ങളെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. എന്ത് കുറ്റം നിങ്ങൾ ചെയ്തു എന്നാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അവബോധം, നിങ്ങളുടെ ഹൃദയം വിശ്വസിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 5 ഓഫ് പെന്റക്കിൾസ്, Three of Wands, 7 of Pentacles. ഇത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഈ കാർഡുകൾ നിങ്ങൾക്ക് നൽകുന്നത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റെവലേഷൻ എന്ന് പറയാം. അതായത് 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഒഴിവാക്കലിനെയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മളിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാർഡ് റിജക്ഷൻ, അബാൻഡൻമെന്റ്, ഡിസ്മിസൽ ആൻഡ് ഇർറാഷണൽ ഫിയർ, റിജക്ഷൻ ഫീല്. അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ 5 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. അതായത് നിങ്ങൾ ചെയ്ത കുറ്റമായിട്ട് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിർഭാഗ്യമായിട്ട് നിങ്ങൾ കാണുന്നത് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. നിങ്ങൾ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അബാൻഡൻമെന്റ് സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നതോ ആയിട്ടുള്ളൊരു സാഹചര്യം. നിങ്ങൾ കുറ്റം ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സഹായം ലഭിക്കില്ല, അതിനൊരു യോഗമില്ല നിങ്ങൾക്കെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാവാം. നഷ്ടപ്പെട്ടു പോയ പാസ്റ്റിലെ നഷ്ടങ്ങളെ പറ്റിയുള്ള ഭയം. നമ്മൾ പറഞ്ഞല്ലോ, പാസ്റ്റിലെ മെമ്മറീസ്, ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പൺ ഹാർട്ടാണ് അതിന് വേണ്ടത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡെവിൾ എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന സീക്രട്ട് അഡ്മയറർ, റെസിസ്റ്റൻസ്, ആ എനർജിയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഈ 5 ഓഫ് പെന്റക്കിൾസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തോ ഒരു പഴയ നഷ്ടങ്ങളെ പറ്റി ഉള്ള ബോധം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സഹായം വേണ്ടിയിരുന്ന സമയത്ത് അർഹമായ സഹായം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നതാവാം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അകന്നു പോയതാവാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായോ വൈകാരികമായോ മറ്റൊരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നൊരു ചിന്ത നിങ്ങളെ വേട്ടയാടുന്നു. അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലോ കഷ്ടപ്പാടിലോ ഉള്ള ഒരാളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു, അല്ല അവർക്ക് വേണ്ട സഹായം നിങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വലിയ മുറിവായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ട കാർഡുകളായിട്ട് വെച്ച് നോക്കുമ്പോൾ പഴയ എന്തോ ഒരു നിരാശ, ഇവിടെ നമുക്ക് 7 ഓഫ് സോർഡ്സ് എനർജി ഒക്കെ വന്നിട്ടുണ്ട്. പഴയ എന്തോ ഒരു ചതി, തോറ്റോടി പോവേണ്ടി വന്ന അവസ്ഥ, പ്രതികരിക്കാൻ സാധിക്കാതെ വന്ന അവസ്ഥ, ഇതെല്ലാം കൊണ്ട് പഴയ എന്തോ ഒരു ചതിക്ക് എതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റിയും തെറ്റായ ദിശയിലൂടെ നിങ്ങൾ പോയതായിട്ടുമൊക്കെ, അതായത് നിങ്ങൾ എടുക്കേണ്ടിയിരുന്ന ഒരു കൃത്യമായ തീരുമാനം, ഒരു നല്ല തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കൃത്യസമയത്ത് എന്നൊരു തോന്നൽ. അതായത് ഒരു വലിയൊരു സ്വപ്നത്തിലേക്കോ ലക്ഷ്യത്തിലേക്കോ യാത്ര തിരിക്കേണ്ട സമയത്ത് നിങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറി നിന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പാഴാക്കി, അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ വഞ്ചിച്ചു എന്നൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നു. നിങ്ങളുടെ ജീവിതം തന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാൻ നിങ്ങൾ തന്നെ കാരണമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് നിങ്ങളുടെ 3 ഓഫ് വാണ്ട്സും 5 ഓഫ് പെന്റക്കിൾസും കൂടി ചേർത്തിട്ട് നമുക്ക് ആ എനർജിയാണ് കിട്ടുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 7 ഓഫ് പെന്റക്കിൾസിന്റെ, അതായത് നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് കാത്തിരുന്നതാണ് വിളവെടുപ്പിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അധ്വാനം പാഴായി പോയതിന്റെയും ഫലമില്ലാത്ത അധ്വാനവും പാഴായ സമയവും നിങ്ങളെ വേസ്റ്റഡ് ആയിട്ടുള്ള എഫേർട്ടിനെ പറ്റി നിങ്ങൾ വിഷമിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കുറെ അധ്വാനിച്ചു, പക്ഷെ അതിന്റെ റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ആരോ നിങ്ങൾ അങ്ങനെയൊക്കെ എഫേർട്ട് എടുത്തിട്ടും ആരോ നിങ്ങളെ ചതിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ മോശമായി പെരുമാറിയിട്ട് ഒന്നും എതിർത്ത് പറയാൻ സാധിക്കാതെ, നിങ്ങൾ പ്രതികരിക്കാൻ സാധിക്കാതെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരേണ്ടി വരികയും ആ കാര്യത്തിനെടുത്ത സമയം, അതായത് നിങ്ങൾ എന്തോ ഒരു പ്രവൃത്തിക്ക് വേണ്ടി എടുത്ത ആ ഒരു എനർജിയും എഫേർട്ടും എല്ലാം വേസ്റ്റായി പോവുകയും അത് വേറെ ഏതെങ്കിലും കാര്യത്തിനാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നതെന്നും അത് ചെയ്യാതെ പോയതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ചതിച്ചതാണ്, നിങ്ങൾ തെറ്റായ ഒരു തീരുമാനം എടുത്തത്, കരിയറിലാവാം ജീവിതത്തിലാവാം, നിങ്ങൾ എന്തോ ഒരു തെറ്റായ ഒരു തീരുമാനം എടുത്തു, മറ്റുള്ളവരുടെ ചതിയൊക്കെ ഏറ്റുവാങ്ങി തോറ്റ് ആയുധങ്ങളൊക്കെ കീഴ്പ്പെടുത്തി നിങ്ങൾ ഓടിപ്പോന്ന് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയും വിഷമങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഈ പാസ്റ്റ് ട്രോമ അത് എന്റെ ലൈഫിൽ ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ വരുന്നത് ഞാനൊരു ഭാഗ്യമില്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കാതെ എന്ത് ഭാഗ്യം വരുമ്പോഴും എനിക്ക് അവസാനം നല്ലത് വരില്ല, എന്റെ അനുഭവം അതാണ് എന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് അതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതാണ് കാരണം, അല്ലാതെ നിങ്ങൾ ചെയ്ത കുറ്റമല്ല. ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, അത് നിങ്ങളെ മൊത്തത്തിൽ ഒരുപാട് എഫേർട്ട് നിങ്ങൾ എടുത്തതിന് ശേഷവും നിങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? നമുക്ക് ജീവിക്കണമല്ലോ, ഒരുപാട് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോഴും ആവർത്തിച്ച് അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിൽ നമ്മളത് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി തന്നെ ഇത്രയും ക്ലിയർ ആയിട്ട്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു, അതും ഒരു ജനറൽ റീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. നമുക്ക് എന്ത് പരിഹാരമാണ്, നമുക്ക് പ്രാക്ടിക്കൽ സെൽഫ് കെയർ ഒറാക്കിളിൽ നിന്ന് ഇതിന് എന്ത് പരിഹാരമാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അതായത് സംഭവിച്ചത് എന്തായാലും കഴിഞ്ഞുപോയി, നിങ്ങളൊരു നല്ല സോളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ, നിങ്ങളെ ചതിച്ചതിന്റെ പേരിലോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ടൈംലി ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് കൊണ്ടോ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്. നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ കുഴപ്പക്കാരാണെങ്കിൽ യൂണിവേഴ്സ് ഇങ്ങനെ പറയില്ലല്ലോ. ഇവിടെ എന്താ പറയുന്നത്? ഫീൽ ദം ഷെയിം ആൻഡ് ഗിൽറ്റ്, ഫീൽ ദം വിത്തൗട്ട് ജഡ്ജ്മെന്റ്. മിസ്റ്റേക്സ് ഡു നോട്ട് ഡിഫൈൻ യുവർ വർത്ത്. കമ്പാഷനും ആക്സെപ്റ്റൻസുമാണ് വേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോടുള്ള കരുതൽ കൊണ്ടാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗൈഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സെൽഫ് കെയർ ഒറാക്കിൾ കാർഡ് നൽകുന്ന സന്ദേശം എന്നാണ് സീ ദ ബ്യൂട്ടി. നമ്മൾ ഓരോ സാഹചര്യത്തിന്റെയും അതിന്റെ ഒരു സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ വിഷമിച്ചു പോവേണ്ട, എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായിട്ട് ചിന്തിച്ച് വിഷമിച്ച് പോവേണ്ട സാഹചര്യമില്ല. ലേൺ ടു ഫൈൻഡ് ദ ബ്യൂട്ടി ഇൻ എവറിത്തിങ്. എല്ലാത്തിലും എന്തെങ്കിലും ഒരു ഭംഗി ഉണ്ടാവും, അത് കണ്ടെത്താൻ വേണ്ടി നോക്കുക. സീ ദ വേൾഡ് ഫോർ ഓൾ ഓഫ് ഇറ്റ്സ് ആസ്പെക്ട്. നമ്മൾ ഒരു കാര്യത്തിൽ ഒരു രീതിയിൽ മാത്രമല്ല ഒരു കാര്യം കണ്ടത്. നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതു നേരവും
ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ? അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു കാര്യം യൂണിവേഴ്സ് എന്തിനാണ് നിങ്ങളോട് അങ്ങനെ മോശമായിട്ട് ചെയ്യുന്നത്? യൂണിവേഴ്സൽ എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തത് ഈ ഒരു ഡബിൾ എനർജി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. തെറ്റായ ഒരു തോന്നലാണത്. അത് ശരിക്കും നിങ്ങൾ എസ്കേപ്പ് മെറ്റീരിയലിസം, ഷിഫ്റ്റ് യുവർ ഫോക്കസ് അവേ ഫ്രം മെറ്റീരിയൽ ആൻഡ് ഡെവലപ്പ് എ ഹെൽത്തി ഇന്നർ വേൾഡ്. നിങ്ങൾ പുറമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതൊക്കെ തനിയെ വന്നോളൂ. അതൊക്കെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്ങോട് കൂടി കിട്ടും. റീഡ്, ദ മോർ യു റീഡ് ദ മോർ യു വിൽ ലേൺ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വായിക്കാനും കുറെ കൂടി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു സന്ദേശം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് വായിക്കാനൊക്കെ ശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം വായിക്കുകയും മനസ്സിലാക്കുകയും, അത് കഥകളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോണറിൽപ്പെട്ട കാര്യങ്ങളാണ് താല്പര്യം, അതിലേക്ക് വായനയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറെ വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഒരു കരിയറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കരിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഈ ഷെയിമും ഗിൽറ്റും ഒക്കെ, കഴിവില്ല എന്ന് തോന്നുന്നതൊക്കെ, ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പരിഹാരം എന്ന് നോക്കാം. അസിസ്റ്റൻസ്. There are some resources you have overlooked that would help resolve your financial issues. Someone is willing to help you recover. അതായത് നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടും. നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ യൂണിവേഴ്സും നിങ്ങളിലേക്ക് ആവശ്യമായ അസിസ്റ്റൻസ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഴിവില്ല എന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായ അസിസ്റ്റൻസ്, നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനാവശ്യമായ കാര്യം പ്രകൃതി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു റീഡിംഗുമായി വീണ്ടും കാണാം. ബൈ.